കഴിഞ്ഞ ശിശുദിനത്തിന് ഞങ്ങൾ എല്ലാവരെയും എത്തിച്ചുകൊണ്ട് 4 മണി മുതൽ 7 മണി വരെ ഈ നമ്മുടെ കേരളത്തിലെ മുഴുവൻ പ്രേക്ഷകർക്കും മുഴുവൻ ശ്രോതാക്കൾക്കും ഒരു ഹരമായി മാറിയ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ആ നൈപുണ്യം വളരെയധികം എത്രത്തോളം മികവാർന്ന രീതിയിലേക്ക് പങ്കുവയ്ക്കുവാൻ പറ്റുമോ ആ തരത്തിൽ നമ്മുടെ കേരളീയ സമൂഹത്തോട് പങ്കുവെച്ച് വളരെ അഭിമാന പുരസ്സരം ഞങ്ങളെ മുന്നിൽ വന്നു നിൽക്കുകയാണ്. ആ ധ്വനി ആശ്മിക്കുള്ള അംഗീകാരവുമായാണ് ഇന്ന് ക്ലബ് എഫ് എം ടീം നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ആശ്മിയെ ആദരിക്കുന്നതിന് ഇവിടെ എത്തിയ ക്ലബ് എഫ് എം ടീമിനെയും ആദരവേറ്റുവാങ്ങുന്ന ധ്വനി ആശ്മിയെയും നമ്മൾ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അപ്പൊ നമ്മൾ ആദ്യം സംസാരിക്കുന്ന പോലെ കുട്ടികൾക്കും നിങ്ങൾക്കും സംസാരിക്കുന്നതൊക്കെ ആഗ്രഹം ഉണ്ടാവുമല്ലോ. റേഡിയോ സംസാരിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ തോന്നിയിട്ടില്ലേ? എങ്ങനെയാണോ ഈ ആദ്യമൊക്കെ ഷോ പ്രസന്റ് ചെയ്യുന്നതൊക്കെ തോന്നിയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഏതെങ്കിലും കുട്ടികൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ റേഡിയോയിൽ ഷോ പ്രസന്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ പേര് വോയിസ് നോട്ട്സ് അയച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കുന്ന ഒരു വോയിസ് നോട്ട് അയച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ കുറെ പേര്, ഏകദേശം 100-150 കുട്ടികളുടെ വോയിസ് നോട്ട്സ് നമ്മൾ കേട്ട് കുറെ പേര് നമ്മൾ സെലക്ട് ചെയ്തു. ഒരു 10 കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്തു. ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു ധ്വനി ആശ്മി. അങ്ങനെ വീണ്ടും നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഒരു ഓഡിഷൻ പ്രോസസ് നടത്തി. നമ്മൾ ധ്വനിയോട് കുറെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു, സംസാരിച്ചു. കുറെ നേരം പാവം ധ്വനിയുടെ അച്ഛനുമൊക്കെ ഫ്രണ്ടിൽ ഇരുന്ന് വെയിറ്റ് ചെയ്ത് വയസ്സാവുമെന്ന് മേടിച്ചു പോയി അവര്. അത്രയ്ക്ക് നേരം നമ്മളെടുത്ത ധ്വനിന്റെ ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് നേരം നമ്മൾ സ്പെൻഡ് ചെയ്ത് ധ്വനിയായിട്ട്. അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത അവസാനം ധ്വനി ഒരു ആർജിയായി മാറി. അങ്ങനെയായിരുന്നു ധ്വനി ആർജി ആയത്. അങ്ങനെ കേരള ഒരു കുട്ടി, നിങ്ങളുടെ സ്കൂളിലെ ഒരു കുട്ടി കാരണം കേരളത്തിൽ മുഴുവൻ നിങ്ങളുടെ സ്കൂളിന്റെ പേരെത്തിയല്ലേ. അപ്പൊ നാളെ ധ്വനി കാരണം ധ്വനി മാത്രമല്ല ഒരുപാട് ധ്വനിമാര് ഉണ്ടാവണം ഈ സ്കൂളിൽ നിന്ന്. അങ്ങനെ SPGPMന്റെ പേര് കേരളം മുഴുവൻ അറിഞ്ഞ പോലെ ഇനി ഇന്ത്യ മുഴുവനും ലോകം മുഴുവൻ എത്തണം. എത്തിക്കില്ലേ കുട്ടികളെ നിങ്ങൾ? ഉറപ്പല്ലേ? നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിനായി ക്ലബ് എഫ് എം പ്രോഗ്രാം ഹെഡ് ക്ഷണിക്കും. നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സന്തോഷമായോ? അയ്യോ, ഇന്നത്തെ വിശേഷം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണെന്നുള്ളത് അല്ലേ? മനസ്സിലായല്ലോ. നമ്മുടെ വൈശാഖേട്ടൻ അതൊക്കെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു. പക്ഷേ 2 ദിവസം ധ്വനി ഇവിടെ വന്നിട്ടുണ്ടാവില്ല സ്കൂളില്. അവ 2 ദിവസം ഞങ്ങളുടെ കൂടെ ആയിരുന്നു ഫുൾ ടൈം. അപ്പോ ഇങ്ങനെ ഒരു 4 മണി മുതൽ 7 മണി വരെ പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും വിചാരിക്കും ഈ ചേട്ടന്മാരും ചേച്ചിമാരും RJs ഒക്കെ മൈക്ക് എടുത്ത് വെച്ച് എന്തെങ്കിലുമൊക്കെ അങ്ങ് സംസാരിച്ചാല് ഇങ്ങനെ കേൾക്കുന്നൊക്കെ. കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആൾക്കാർക്കും ഒക്കെ അങ്ങനെ ഒരു വിചാരം ഉണ്ടാവും, നമുക്ക് എന്തെങ്കിലും സംസാരിച്ചാൽ ഒരു RJ ആകാം. അപ്പൊ ധ്വനിയോട് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം അങ്ങനെ പറ്റുമോ എന്ന്. ഫസ്റ്റ്. രണ്ടാമത്തെ കാര്യം, ഞങ്ങളെക്കാട്ടി പെർഫെക്ഷൻ ആയിരുന്നു ധ്വനിക്ക്. ധ്വനി എല്ലാം പറഞ്ഞു വെച്ചിട്ടേ ധ്വനി എടുത്ത് പറയും അല്ലെങ്കിൽ അത് ഒന്നുകൂടെ എടുത്താലോ. അപ്പൊ ഈ ഒരു 12 ലിങ്ക്സ് എന്ന് പറയും, 12 RJ കട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. 12 എണ്ണം ചെയ്യണം. നമുക്ക് 2 ദിവസമേ ഉള്ളൂ. അതിനിടയ്ക്ക് വീഡിയോ എടുക്കാൻ പോകണം, ഗസ്റ്റിനെ വിളിക്കണം, ഒരുപാട് ജോലികളുണ്ട്. അപ്പോ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടേ ലാസ്റ്റ് ഈ ധ്വനി പറയുന്നത് എന്താ അറിയാമോ? അങ്കിളെ അത് മാറ്റിയെടുത്താലും ഞാൻ പറഞ്ഞ ശരിയായില്ല. അത്രയ്ക്ക് പെർഫെക്ഷന്റെ ആളാണ്. അതിനൊരു കൈയോടി കൊടുക്കണ്ടേ? അപ്പോ ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ ധ്വനി. അതുപോലെ ഈ സ്കൂളില് ഓരോരുത്തരും ഇപ്പൊ വൈശാഖേട്ടൻ പറഞ്ഞ പോലെ കേരളത്തിൽ മൊത്തം അറിഞ്ഞു സ്കൂളിനെ കുറിച്ച്. മനസ്സിലായോ? അത് നമ്മള് ഫുള്ളില്ല. സ്കൂളിന്റെ എന്താണ് ഫുൾ നെയിം എന്താന്ന് ചോദിക്കുമ്പോ അതുകൂടെ പറയും. എന്താണ് അതിന്റെ ഫുൾ പേര്? അപ്പൊ ഇത് പറഞ്ഞ് കേരളത്തിലെ എല്ലാരും ഞെട്ടിയിരിക്കുകയാണ്. കാരണം ഒരുപാട് ആൾക്കാരുണ്ട്. 6 കുട്ടികളുണ്ടായിരുന്നു, അതിലൊരാളായിരുന്നു. അപ്പൊ ഒരു ദിവസം ഫുള്ള് നമ്മൾ കുട്ടികൾക്ക് കൊടുത്തു. അപ്പൊ ഇപ്പോൾ ഉള്ള RJസിനൊക്കെ ഒരു ഭീഷണിയായിരുന്നു അത്. കാരണം പലരുടെയും കേട്ടിട്ട് വിളിച്ചു പറഞ്ഞു നിങ്ങളെക്കാൾ നല്ലപോലെ പറയുന്നുണ്ടല്ലോ എന്ന്. അപ്പൊ നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യം എന്താണ് അത് വളരെ ഭയങ്കര പവറായിട്ട്. ഇപ്പൊ ധ്വനി ആശ്മി പറഞ്ഞ പോലെ തന്നെ ഈ പെർഫെക്ഷൻ ഏറ്റവും ലാസ്റ്റ് വരെ നമ്മളൊരു കാര്യത്തിന് വേണ്ടി പ്രയത്നിക്കണ്ടേ? വേണ്ടേ? നമുക്കൊരു ക്വസ്റ്റ്യന്റെ ആൻസർ പഠിക്കാൻ തുടങ്ങിയാൽ പെട്ടെന്ന് പഠിച്ചു തീരാൻ പറ്റുമോ? പെട്ടെന്ന് പറ്റില്ല.
ഒരു പ്രാവശ്യം പഠിക്കും, 2 പ്രാവശ്യം പഠിക്കും, 3 പ്രാവശ്യം പഠിക്കും, 4 പ്രാവശ്യം പഠിക്കും. 4ാമത്തെ പ്രാവശ്യം ചെറിയ കലച്ചിൽ വരും, കിട്ടിയില്ലെങ്കിൽ അല്ലേ? ഇല്ലേ? ക്ലിക്ക് ആയില്ലെങ്കിൽ ഒരു കരച്ചിൽ വരൂലേ? അപ്പൊ ഇതൊന്ന് ചിന്തിച്ചാൽ മതി. ഈ പെർഫെക്ഷന് വേണ്ടിയിട്ട് നമ്മൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് എത്ര സമയം വേണ്ടിയാലും നമ്മൾ കളയാൻ റെഡിയാണോ? റെഡി ആണെങ്കിൽ എല്ലാ ഉയർച്ച ഉണ്ടാവും.